എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്ജക്റ്റ് പൈങ്കിളി എന്ന് പറയുന്ന സിനിമയാണ്. ഏകദേശം 5 കോടി രൂപയ്ക്കാണ് നമുക്ക് ചില വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 5 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. എന്നാൽ ഈ സിനിമ ഏകദേശം 3.5 കോടി രൂപ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഭൂരിപക്ഷം പ്രേക്ഷകർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, കൂടുതൽ പ്രേക്ഷകർ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ ഒരു ഫ്ലോപ്പായി എന്ന് നമുക്ക് പറയാം. മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഒരു ആവറേജിൽ നിൽക്കുകയുള്ളൂ പടം. അപ്പോൾ ഇതിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ചില വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് ഡാറ്റ ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സിനിമയ്ക്ക് പറ്റിയ കാര്യം? അപ്പോൾ ഈ സിനിമ നന്നാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു, അതുകൂടാതെ ഈ സിനിമയുടെ കഥ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. നല്ലതാക്കാനായിട്ട് ഒരു പ്രേക്ഷകർ, നമ്മൾ നല്ല പ്രേക്ഷകർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നന്നായേന, അല്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് നല്ല, അത് നല്ലൊരു ആസ്വാദന ശൈലി ഉള്ള ഒരു നല്ല പ്രേക്ഷകന്റെ ഒരു അനുഭവമാണത്. അപ്പൊ എന്നിലെ ഒരു കുഞ്ഞു പ്രേക്ഷകന് തോന്നിയ കാര്യമാണ് ഈ സിനിമ നന്നാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ല. നിങ്ങളിലുള്ളിലും നല്ലൊരു പ്രേക്ഷകൻ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നാമായിരിക്കും അത് ശരിയാണല്ലോ. ചിലർക്ക് തോന്നും എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് തോന്നാം. പ്രേക്ഷകരൊക്കെ വ്യത്യസ്ത മനസ്സിന്റെ ഘടന ഉള്ളവരായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി. ഡയറക്ടർ ഇതിന്റെ ശ്രീജിത്ത് ബാബുവാണ് ഇതിന്റെ ഡയറക്ടർ. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജിത്തു മാധവനാണ്. ഇതിന്റെ ആക്ടർ അഭിനേതാക്കളെ അത് ആരൊക്കെയാണ്? സജിൻ ഗോപു ആണ്. അത് സുഗു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സജിൻ ഗോപു. അതുകൂടാതെ ജിസ്മ വിമല് ഉണ്ട്. അത് സുമ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ അനശ്വര രാജനുണ്ട്. അത് ഷീബ ബേബി എന്ന് പറയുന്ന കഥാപാത്രം. ഇവരാണ് 3 മെയിൻ ക്യാരക്ടേഴ്സ്. അതുകൂടാതെ സബ് ക്യാരക്ടറാണ് ചന്തു സലീം കുമാർ, അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ ഉണ്ട്. അതുകൂടാതെ നടൻ ഫഹദ് ഫാസിലും സംവിധായകൻ ജിത്തു മാധവനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. 2025 ഫെബ്രുവരി 14 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. ഈ സിനിമയുടെ ആദ്യ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൈങ്കിളി കഥ എഴുതുന്ന ഒരു പെൺകുട്ടിയെ ആണ് കാണിക്കുന്നത്. അതിന് കൂടാതെ ഒരു പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയോട് ഒരു അമ്മയാണ് അതിൽ പറയുന്നത്, ചോദിക്കുന്നു കല്യാണത്തിന് സമ്മതിക്കുമോ എന്നുള്ള. അപ്പൊ ആ പെൺകുട്ടി തലയാട്ടി നിൽക്കുന്നു. അപ്പൊ അതുകൂടാതെ ഊണ് കഴിക്കുന്നു, അച്ഛൻ ചോറ് കഴിക്കുന്നു. അതുകൂടാതെ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് നിന്ന് അടയ്ക്കാരത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങിയിട്ട് ഓടുകയാണത്. അത് ആരാണെന്ന് വെച്ചാൽ അനശ്വര രാജനാണ്. അപ്പൊ ആ ഓടുന്ന പെൺകുട്ടിയുടെ ഭക്ഷണം എറിഞ്ഞു വീഴ്ത്തുന്ന ഒരു അച്ഛൻ ലോക സിനിമാ ചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഭക്ഷണം അല്ലെങ്കിൽ ചോറ് എറിഞ്ഞിട്ട് ഒരാളെ വീഴ്ത്തുന്നത്. അപ്പൊ അവിടെയുള്ള കോമഡി വർക്കായിട്ടില്ല എന്നാണ് അതിന് പറഞ്ഞു വരുന്നത്. അതുകൂടാതെ ആ സീൻ അങ്ങനെ കഴിഞ്ഞു. എന്തിന്റെ കേടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അനശ്വര രാജന്, അതായത് ഷീബ ബേബി എന്ന് പറയുന്ന കഥാപാത്രത്തെ. അതിനുശേഷം കാണിക്കുന്നത് ആരാണ്? നമ്മുടെ നായകന്റെ വീട്ടിലേക്കാണ് ക്യാമറ പോകുന്നത്. അപ്പൊ സുഗുവിനെ കാണിക്കുന്നു. അപ്പൊ അവര് കിണർ വൃത്തിയാക്കുന്നുണ്ട്, ചന്തു സലീം അവന്റെ കൂട്ടുകാരൻ. അപ്പൊ അവിടെ ചില വെള്ളടികളെല്ലാം നടക്കുന്നുണ്ട്. അതുകൂടാതെ രാത്രി കാണിക്കുകയാണ്. രാത്രി എന്താണ് കാണിക്കുന്നത്? സുഗു നമ്മുടെ നായക കഥാപാത്രം, അവർക്ക് കുറച്ച് കമ്പനി കൂട്ടുകാരൊക്കെ ഉണ്ട്. അവര് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് വെള്ളം അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാളികേരം ഇടാനായിട്ട് തെങ്ങിൽ പോകുകയാണ്. അപ്പൊ അവിടെ നിന്ന് വഴുകി വീഴുന്നു, നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പൊ ഹോസ്പിറ്റലിലും ചില കോമഡി രംഗങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ മറ്റൊരു കാഴ്ചയും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അനശ്വര രാജൻ ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി അവിടെ വന്നിരിക്കുന്നു. അപ്പൊ അനശ്വര രാജനെ പിടിക്കാനായിട്ട് അച്ഛൻ വീണ്ടും വരുന്നു. അങ്ങനെ അവര് വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും എന്താണ് കാണിക്കുന്നത്? അനശ്വര രാജൻ വീണ്ടും ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഗുണ്ടയെ പ്രേമിക്കുന്നു. അങ്ങനെ ഗുണ്ടായ റിയാസ് ഖാന്റെ അരികിലേക്ക് പോകുന്നു. അവിടെ ചില പ്രേമത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം വീണ്ടും സുഗുവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ സുഗു ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെഷീൻ എടുക്കാനായിട്ട് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പൊ സുഗുവും അവന്റെ കൂട്ടുകാരനും അവന്റെ എൻഫീൽഡ് വണ്ടിയിൽ കോയമ്പത്തൂരിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോയമ്പത്തൂരിൽ ചെല്ലുമ്പോൾ അവന്റെ എൻഫീൽഡ് വണ്ടി ഒരു
കക്കാനായിട്ട് ഒരു വ്യക്തി നോക്കുന്നു. അപ്പൊ അവിടെ ചില മൽപ്പിടുത്തങ്ങൾ നടക്കുന്നു. അപ്പൊ ആ വ്യക്തി, കക്കാനായിട്ട് ശ്രമിച്ച വ്യക്തി മരണപ്പെടുകയും ഇവര് തിരിച്ച് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് സെന്റിമെന്റൽ സീനുകൾ, കരയുന്ന സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കൂട്ടുകാരൻ പറയുന്നു, അതായത് കൊച്ചച്ഛൻ ഉണ്ട്, കൊച്ചച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരും കൊച്ചച്ഛൻ എന്ന് പറയുന്നു. കൊച്ചച്ഛനായിട്ട് അഭിനയിക്കുന്നത് ലിജോ ജോസ് പല്ലശ്ശേരിയാണ്. അപ്പോൾ കൊച്ചച്ഛൻ പറയുന്ന ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ഇരയത്ത്, അതായത് പ്രാന്താസ്പത്രി പോലെയുള്ള ഒരു വ്യക്തിയുടെ ഇരയത്ത് ചികിത്സയ്ക്കായിട്ട് പോവുകയാണ് നമ്മുടെ നായകനായ സുഗു. അപ്പൊ അതിനിടയിൽ മറ്റൊരു ട്രാക്കും കൂടി പോകുന്നുണ്ട്. 2 ട്രാക്കാണ് പോകുന്നത്, ഒന്ന് അനശ്വര രാജന്റെയും ഒന്ന് സുഗുവിന്റെയും. അപ്പൊ അനശ്വര രാജൻ ചന്തു സലീംകുമാറിനെ കാണുന്നു. അപ്പൊ അവർ തമ്മിൽ ചിരിക്കുന്നു, ചാറ്റിംഗ് തുടങ്ങുന്നു, ഫോൺ വിളി തുടങ്ങുന്നു, ഒരു പ്രണയം പോലെ ഒരു തുടങ്ങുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പൊ ഇവിടെ മറ്റുള്ളിടത്തോ ഇവൻ ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഭ്രാന്താസ്പത്രി പോലെയുള്ളിടത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവന്റെ സുഗുവിന്റെ അമ്മ കുടുംബശ്രീന്ന് ടൂറിന് പോകുന്നുണ്ട്. അപ്പൊ അവർ ടൂറിന് പോകുമ്പോ ഈ ഭ്രാന്താസ്പത്രിയുടെ പരിസരത്ത് നിന്ന് എക്സസൈസ് ചെയ്യുന്ന മകനെ കാണുകയും അവരവിടെ കരയുകയും മറ്റും ചെയ്യുന്നു. അതിനുശേഷം അവൻ തിരികെ വീട്ടിലേക്ക് വരുന്നു. സുഗു അവിടുത്തെ ചികിത്സ 2 ആഴ്ച ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാരും പ്രാദേശികവാസികളൊക്കെ അവനെ അത്ഭുതത്തോടെ നോക്കുന്നു. എന്താണ് ഇവന് പറ്റിയത്? ഒരു ഭ്രാന്തൻ വരുന്ന പോലെ, ഭ്രാന്താസ്പത്രി ചികിത്സ കഴിഞ്ഞാണല്ലോ വരുന്നത്. അപ്പൊ ഭ്രാന്തൻ വരുന്ന പോലെ ആൾക്കാർ കൂർപ്പിച്ചു നോക്കുന്നു. അപ്പൊ വീട്ടില് ഇവർ രോഗിയാണല്ലോ, ആളുകളൊക്കെ കാണാനായിട്ട് വരുന്നു, ഇവരെ കാണാനായിട്ട്. അതായത് ആപ്പിള്, മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ അവിടെയൊക്കെ ചില കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പൊ സുമ എന്ന് പറയുന്നത് ഇവന്റെ അയൽവാസിയാണ്. അപ്പൊ ഈ അയൽവാസി ആവുമ്പോ സുധാകരന്റെ പെങ്ങളാണ് ഇത്. അപ്പൊ സുധാകരന്റെ പെങ്ങളിനെ ഇവൻ പെങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അത് ജിസ്മ വിമൽ എന്ന കഥാപാത്രം ഇവന്റെ അയൽവാസിയാണ്. സുമ എന്നാണ് അതിന്റെ പേര്. സുധാകരന്റെ പെങ്ങളാണ്. അപ്പൊ അവര് ഇവനോട് പ്രണയാഭ്യർത്ഥന അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഇവൻ പറയുന്നു, സുധാകരന്റെ പെങ്ങളാണ്, എനിക്ക് പെങ്ങളെ പോലെയാണ് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ അതിനുശേഷം മറ്റൊരു ദിവസം ഒരു ഫോൺ കോൾ ചന്തു സലികുമാർ ഇവനെ വിളിച്ചിട്ട് പോവുകയാണ് ഒരു പെൺകുട്ടിനെ കാണാനായിട്ട്. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, ചന്തു സലികുമാരന, നിന്റെ കല്യാണം ഉറപ്പിച്ചതല്ല, പിന്നെ നീ ഈ പണിക്കൊക്കെ പോകുന്ന. അപ്പൊ ഇവൻ പറയുകയാണ്, അത് 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കല്യാണം, ഇപ്പൊ ഇങ്ങനെ പോവാ എന്നുള്ളത്. അങ്ങനെ ഇവർ 2 പേര് പോകുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ചില കശപിശകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഓടി രക്ഷപ്പെട്ടിട്ട് അനശ്വര രാജൻ ഇവന്റെ ബൈക്കിന്റെ പിന്നിലാണ് വന്നത്. ചന്തു സലികുമാർ വേറൊരു ഭാഗത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ നിവൃത്തികേടുകൊണ്ട് നമ്മുടെ സുഗുവിന്റെ വീട്ടിലേക്ക് അനശ്വര രാജനെ കയറ്റി താമസിക്കുന്നുണ്ട് രാത്രി. അപ്പൊ ആ സമയത്ത് അവന്റെ വീട്ടിൽ ആരുമില്ല. കാരണം അമ്മൂമ്മയുടെ തിമിരത്തിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ആ സമയത്താണ് അയൽവാസിയായ സുമ ഇവന് ഭക്ഷണം കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ ചില നല്ല കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. സുമയെ ഇവൻ വീട്ടിലേക്ക് കയറ്റാതെ ഇരുത്തുന്നു, പക്ഷെ വീടിന്റെ അകത്ത് ഇവരുണ്ട്. അങ്ങനെ ചില കോമഡി രംഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അവിടെയൊക്കെ. പിന്നെ ഇവൻ സുമയെ ഒഴിവാക്കാനുള്ള ഒരു പൊല്ലാപ്പാടാണ് കഥയുടെ 3/4 ഭാഗവും നീണ്ടു പോകുന്നത്. അപ്പൊ കൂട്ടുകാർ പല വഴികളൊക്കെ പറയുന്നുണ്ട്. അവസാനം ഒരു കൂട്ടുകാരൻ പറയുകയാണ്, അപ്പൊ ഇത്രയും കാലം ഒഴിവാക്കാനുള്ള കണ്ണുകൊണ്ടാണല്ലോ നീ നോക്കിക്കണ്ടത് നമ്മുടെ അനശ്വര രാജനെ, ഇനി ഇഷ്ടപ്പെടാനുള്ള കണ്ണുകൊണ്ട് കാണാനായിട്ട് നോക്കും. അപ്പൊ അവിടെ വെച്ചിട്ട് അവന് ഇഷ്ടപ്പെടാനുള്ള കണ്ണുകൊണ്ട് നോക്കുന്നു. അപ്പൊ അവന് അനശ്വര രാജനോട് ഒരു ചെറിയ പ്രണയം തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ സമയത്ത് തന്നെയാണ് കൂട്ടുകാരി അനശ്വര രാജനെ വിളിച്ചു പറയുകയാണ്, നീ ഇങ്ങനെയെല്ലാം പ്രണയിച്ച് നടന്നിട്ട് കാര്യമില്ല, നിന്റെ ലക്ഷ്യം എത്താനായിട്ട് സാധിക്കുന്നില്ല, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോര്, നിന്റെ അച്ഛനൊക്കെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്, വെറുതെ ആ വീട്ടുകാർക്ക് പൊല്ലാപ്പാക്കണോ എന്നത് പറയുന്നു. അപ്പോൾ അവള് ബാത്റൂമിൽ കയറിയിട്ട് അനശ്വര കരയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് സുഗു തന്റെ പ്രണയം പറയാനായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സുഗുവിനോട് എനിക്ക് പ്രണയം ഒന്നുമില്ല, അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അവർ വീട്ടുകാരൊക്കെ വരുന്നു. അപ്പൊ അവിടെ കുറെ സീനുകളൊക്കെ ഉണ്ട്, വാഴ വെട്ടി നശിപ്പിക്കണം, അങ്ങനെ സീനുകളൊക്കെ ഉണ്ട്, കുറച്ച് തമാശകളൊക്കെ ഉണ്ട്, പക്ഷെ അധികം ബോറിംഗ് ആണ് അവിടെ ഉള്ളത്. പിന്നെ അതിനുശേഷം അനശ്വര രാജനെ പഠിപ്പിക്കാനായിട്ട് നിന്നെ ഹോസ്റ്റലിലാക്കാന്ന് പറഞ്ഞാൽ നീ പഠിച്ച് നല്ല നിലയിലെത്തു എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ ഓട്ടോറിക്ഷ തിരിച്ചു വരുന്ന വഴിയിൽ വീണ്ടും
നമ്മുടെ സുമ എന്ന കഥാപാത്രം ഇവനോട് ചെറിയ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ ഇവന് ഒരു ചെറിയ പ്രണയം അവളോട് തോന്നുകയും അവര് രണ്ടുപേരും കൂടി കൈ ഇങ്ങനെ പിടിച്ച് ഓട്ടോയിൽ വരികയാണ് ചെയ്യുന്നത്. അവിടെയാണ് സിനിമ തീരുന്നത്. അപ്പൊ ഇത്രയുമാണ് സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു പ്ലോട്ട്, നല്ലൊരു രസകരമായി പോകുന്നത് എന്ന് വെച്ചാൽ ഈ പ്രാന്താസ്പത്രിയിൽ സുഗു ചേർന്നിട്ട് അവന്റെ അമ്മ അവനെ കാണുന്ന ആ രംഗം തൊട്ടിട്ട്, ആദ്യം തൊട്ടിട്ട് അല്ല പറയുന്നത്, ആ രംഗം തൊട്ടിട്ട് ഈ ബാത്റൂമിൽ ഇവര് പ്രണയം പറയാൻ പോകുന്ന സുഖു പറയാൻ പോകുന്ന ആ സമയം വരെ നമുക്ക് അത്യാവശ്യം കോമഡികളുണ്ട്, കുഴപ്പമില്ല സിനിമ. പക്ഷെ ആ പ്രണയം പറഞ്ഞിട്ട് ആ ബാത്റൂം സീൻ കഴിഞ്ഞിട്ട് അവസാനം വരെയും പടം ബോറാണ്. അതില് പിന്നെ നമ്മുടെ ഇവന്റെ അമ്മ പ്രാന്താസ്പത്രിയിൽ ഇവനെ കാണുന്നുണ്ടല്ലോ, അതിനു മുമ്പും അതായത് തുടക്കത്തിൽ ഒരു 15 മിനിറ്റും ഒരു ബോറാണ് സിനിമ. അതുകൊണ്ടായിരിക്കാം ഈ സിനിമ വേണ്ട രീതിയിൽ വിജയിക്കാൻ. ഇനി ഈ സിനിമ നന്നാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നത് എൻ്റെ ഒരു കുഞ്ഞു പ്രേക്ഷകന്റെ ഭാവനയിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. അത് നമുക്ക് നോക്കാൻ എന്താണ്. ഒന്നാമത് പിഷാരടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മ അവസാനം ഇതിൽ കൊണ്ടുവരുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായാണ്. പിന്നെ ആദ്യ ഭാഗത്ത് ഇവള് മറ്റുള്ളവരൊക്കെ പ്രണയിച്ചും കൊണ്ടാണ് നീങ്ങുന്നത്. അതായത് ഹോസ്പിറ്റലിൽ ഒരുത്തനെ പ്രണയിക്കുന്നു, അത് റിയാസ് ഖാനെ പ്രണയിക്കുക. അതിന് പകരം എന്ത് ചെയ്യണം, ഇവളുടെ പേര് സിനിമയിൽ ഇവളാണ് നായിക അനശ്വര രാജ. അപ്പൊ അനശ്വരയുടെ പേര് ആയിരിക്കണം പൈങ്കിളി എന്ന് ഇടേണ്ടത്. വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റുള്ള പേര് എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പൊ സിനിമയ്ക്ക് കുറച്ചും കൂടി നായിക കഥാപാത്രത്തിന്റെ പേര് പൈങ്കിളി എന്ന് ആയതുകൊണ്ട് കുറച്ചും കൂടി ജനങ്ങൾക്ക് സ്വീകരിച്ചാണ്. രണ്ടാമത്തത് ഇവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. എന്ത് കൊടുക്കണം, ഇവൾക്ക് വീട്ടിൽ നിന്ന് സ്നേഹമോ മറ്റൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവള് കൊടുക്കണം. പക്ഷെ ഇതില് അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇവള് എന്തുകൊണ്ടാണ് പ്രണയിച്ചു പോകുന്നത് എന്ന് ചെറിയ രീതിയിൽ സുമ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. അതായത് ഇവിടെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, പിന്നെ അതിനുശേഷം അമ്മ വേറെ കല്യാണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ആദ്യ ഭാഗത്ത് പ്രേക്ഷകരായ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യിക്കണം. എന്ത് ഫീൽ ചെയ്യണം, അതായത് അനശ്വര രാജൻ എന്ന കഥാപാത്രത്തിന് വീട്ടില് ഒരു സ്നേഹം കിട്ടാതെ വളരുന്ന ഒരു കുട്ടിയായിട്ട് നമ്മളെ കാണിക്കണത് തിരക്കഥയിലൂടെ. അപ്പൊ അവള് ഫേസ്ബുക്കിലൂടെ ഒക്കെ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവള് ഒരു നല്ല പേരുള്ള ഒരു അനൂപ് മേനോനോ അനൂപ് കൃഷ്ണനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുള്ള ഒരാളായിട്ട് പ്രണയത്തിലാവുന്നു. ആ ആളെ കാണിക്കരുത്. അങ്ങനെ ആ ആള് പറയുകയാണ് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അനശ്വര രാജൻ ആ വ്യക്തിയെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ വ്യക്തിയെ മുഖം ഒരിക്കലും കാണിക്കരുത്, ബാക്ക് ഭാഗം കാണിക്കരുത്. നല്ല സ്മാർട്ടായിട്ട് നടന്നു പോകുന്നത് കാണിക്കുന്നു. അനശ്വര രാജ നല്ല ആകാംക്ഷയോടെ നല്ലൊരു പേരുള്ളൊരു വ്യക്തിയാണ്. അതുകൂടാതെ അവരുടെ പ്രണയരംഗങ്ങളും മധുരമായ വാക്കുകൾ ഫേസ്ബുക്കിലൂടെ കാണാം. സുന്ദരിക്കുട്ടി അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ള ആ പ്രണയരംഗങ്ങൾ. അതിനുശേഷം ഇവള് അയാൾ മുറിയിലേക്ക് കടക്കുകയാണ് ഈ വ്യക്തിയെ കാണാനായിട്ട്. അപ്പോഴാണ് ഇവള് ഞെട്ടിദ്ധരിക്കുന്നത്. അപ്പൊ 75 വയസ്സായ ഒരു പടുകിഴവനായിരിക്കണം ഇവളെ ഇത്രയും നാള് ചാറ്റ് ചെയ്ത് പറ്റിയത്. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടിയ ഒരു വെപ്രാളപ്പെട്ട് ചാടി ഓടി വരുന്ന ഒരു സീനുണ്ടല്ലോ, അത് കോമഡി രീതിയിൽ അവതരിപ്പിച്ചാല് കൂടുതൽ നന്നായാണ്. ഇതിനു മുമ്പുള്ള ഈ ഹോസ്പിറ്റൽ സീനും മറ്റുള്ള സീനുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ സീനുകൾ നന്നായി കൂടുതൽ ഇഷ്ടപ്പെട്ടാണ്. ഇനി റിയാസ് ഖാന്റെ കഥാപാത്രം അങ്ങ് ഈ സിനിമയിൽ അവതരിപ്പിച്ചതിനേക്കാളും നല്ല രീതിയിൽ അവതരിപ്പിക്കായിരുന്നു. ഇതേപോലെ തന്നെ റിയാസ് ഖാനും ഇവളുമായിട്ട് ഫേസ്ബുക്കിലൂടെ വളരെ രീതിയിൽ ചാറ്റ് ചെയ്തു. മോളെ ചക്കര എന്നൊക്കെ വിളിക്കും. അപ്പൊ റിയാസ് ഖാന്റെ കഥാപാത്രത്തിന് ഒരു നല്ല പേര് കൊടുക്കുക, ഒരു യുവത്വം തുളുമ്പുന്ന ഒരു പേര് കൊടുത്തിട്ട് ഇവള് ഇങ്ങനെ കാണാനായിട്ട് പോകാം. അപ്പോഴാണ് ചന്തയിൽ പറയുകയാണ് റിയാസ് ഖാൻ അവിടേക്ക് വന്നാൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇവള് നല്ല ആളായിരിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ആ സമയത്താണ് റിയാസ് ഖാൻ തല്ല് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോരയിൽ കുളിച്ച കത്തിയായിട്ട് നിൽക്കുമ്പോൾ അവൾക്ക് ഭീതിയോടെയാണ് നോക്കുന്നത്. അവിടെ നിന്ന് അവള് വീണ്ടും പേടിച്ച് ഓടി വരികയാണ് കിതച്ചുകൊണ്ട്. അങ്ങനെ അതൊരു കോമഡി സീനുകളിൽ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായാണ്. അതിനുശേഷം രണ്ടുപേരെ അവള് അപ്പം മുഖം കാണാതെ ഫേസ്ബുക്കിലൂടെ തന്നെ പ്രണയം
പ്രണയിച്ചു. അങ്ങനെയാണ് ചന്തു സലിംകുമാറിനെ മിക്സ് ചെയ്യുക. ചന്തു സലിംകുമാർ ഇവിടെ മിക്സി നന്നാക്കുന്ന കടയാണല്ലോ, അപ്പൊ മിക്സി നന്നാക്കുമ്പോൾ അപ്പൊ അവന്റെ മുഖം കാണുന്നു. അങ്ങനെയാണ് അവിടെ ഒരു പ്രണയം തോന്നുന്നത്. ബാക്കി പടങ്ങള് പിന്നെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ ഇനി നമ്മൾ വരുന്നത് അവസാന ഭാഗത്തേക്കാണ്. അവസാന ഭാഗത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അവസാന ഭാഗത്ത് നമ്മൾ നോക്കുന്നത്, അതായത് സുമയോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതായത് സുധാകരന്റെ പെങ്ങളാണ്. അപ്പൊ സുമയ്ക്ക് ഒരു നീരസം ഉണ്ടാകുന്നു, അവള് വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ആ സമയത്താണ് അവളുടെ ഹോസ്പിറ്റലിൽ പിഷാരടി എന്ന് പറയുന്ന ഡോക്ടർ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ഇവള് കേൾക്കുകയാണ് വാതിക്കൽ നിന്ന് പിഷാരടി സ്വന്തം അമ്മയ്ക്ക് ഫോൺ ചെയ്തു. അമ്മ, എനിക്ക് വലിയ വീട്ടിലെ പെൺകുട്ടികൾ വേണ്ട, ഒരു സാധാരണ നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയെ മതി പാവപ്പെട്ട വീട്ടിലെ എന്ന് പറഞ്ഞത് ഫോൺ ചെയ്യുന്നത് സുമ എന്ന കഥാപാത്രം കേൾക്കുകയാണ്. അപ്പൊ സുമ എന്ന കഥാപാത്രം ഒരു പാവപ്പെട്ട കുട്ടിയായിട്ട് പിഷാരടി എന്ന് പറയുന്ന ഡോക്ടറുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവളെ പ്രണയം കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ലീനിങ് സ്റ്റാഫൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു നല്ല ക്ലീനിങ് സ്റ്റാഫിനൊക്കെ ഇവള് സോപ്പ് ഇട്ടിട്ട് പിഷാരടിയോട് പറയുകയാണ്, നല്ല കുട്ടിയാണ്, പാവപ്പെട്ട വീട്ടിലാണ്, ഇവളെ കുറിച്ച് പിഷാരടിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ പിഷാരടിക്ക് ഇവളോട് ഒരു പ്രണയം തോന്നുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുമയെ പിഷാരടിയും അവരും തമ്മിലൊരു പ്രണയം അവിടെ കൊടുക്കാം. മനസ്സിലായല്ലോ അവസാന ഭാഗത്ത്. അതിനുശേഷം ഈ സുഗു കൂട്ടുകാരൻ പറയുന്നുണ്ടല്ലോ സുഗുവിനോട്, ഇനി ഇഷ്ടപ്പെടുന്ന കണ്ണുകൾ. അപ്പൊ ഇഷ്ടപ്പെടുന്ന കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഇവള് പറയുന്നുണ്ടല്ലോ, അനശ്വര രാജൻ പറയുന്നുണ്ട്, എന്ത് പറയുന്നു, എനിക്ക് നിങ്ങളായിട്ട് ഇഷ്ടമില്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്ന സീനുണ്ടല്ലോ. അപ്പൊ സുഗുവിന് ഭയങ്കര നിരാശ തോന്നുകയും സുഗു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതായത് സുമ ഇവനോട് പ്രണയം പറഞ്ഞിട്ടുണ്ടല്ലോ, സുധാകരന്റെ പെങ്ങള്. അപ്പൊ അവളോട് പ്രണയം പറയാം. കാരണം എന്ത്, അനശ്വര രാജൻ ഇവളെ വേണ്ട എന്ന് പറഞ്ഞു. അനശ്വര രാജൻ സുഗുവിനെ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് അവളെ എത്തിപ്പെടും. അപ്പൊ ആ സമയത്താണ് അവര് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് പിഷാരടിയും സുമയും കാറിൽ നിന്ന് ഹോസ്പിറ്റലിന്റെ പടിയിൽ ഇറങ്ങുന്നത്. അത് കണ്ടിട്ട് ഇവൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും വീട്ടിലേക്ക് വരികയാണ്, നിരാശയോടെ വീട്ടിലേക്ക് വരും. അപ്പോഴാണ് വീണ്ടും അനശ്വര രാജനും ഇവനും തമ്മിൽ വീണ്ടും ഒരു ചെറിയ പ്രണയം ഉണ്ടായി. അവര് തമ്മിൽ ഒരു കല്യാണത്തിന്റെ വക്കില് എത്തണം. ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കണം. അപ്പൊ മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ട്. ഏത് കഥാപാത്രമാണെന്നറിയോ? ചന്തു സലീം എന്ന് പറയുന്ന കഥാപാത്രം, അവന്റെ കല്യാണം അടുത്ത വർഷം ഉറപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവൻ ഈ ഫോൺ വിളിച്ച് ഈ പെൺകുട്ടികളെ പിന്നാലേക്ക് പോകുന്നത്. അപ്പൊ അവനും ചെറിയ പണി കൊടുക്കണ്ടേ ഇതില്, അല്ലാണ്ട് വെറുതെ വിടില്ല. അപ്പൊ അവൻ ഒരു ഏടാകുടത്തിൽ ചെന്ന് പെടുകയാണ്. അപ്പൊ ഇവരുടെ കല്യാണ സീസണൊക്കെ കല്യാണത്തലേന്ന് നല്ല ആഘോഷവും പാട്ടും നടക്കുന്ന സമയത്ത് ആണ് ചന്തു സലികുമാർ ഒരു തടിച്ച പെണ്ണിനെ, അല്ലെങ്കിൽ ഒരു അത്രയും ഭംഗിയില്ലാത്ത ഒരു പെണ്ണിനെയും കൂടെ ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വരികയാണ്. കാരണം അപ്പൊ അവന്റെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ, ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നപ്പോ അവരുടെ അച്ഛൻ പിടിച്ചിട്ട് ആ പെൺകുട്ടിയെയും ആ കൊച്ചിനെയും ഇവന്റെ തലയിൽ വെച്ച് ഏൽപ്പിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട്. അവിടെ വെച്ചിട്ടൊരു ശുഭപര്യവസാനം ആയിരുന്നെങ്കിൽ സിനിമ കുറച്ചും കൂടി നന്നായാണ്. അപ്പൊ ഈ മുടക്കുമുതലും കഴിഞ്ഞ് ലാഭം കിട്ടിയാണ്. ഇതില് ആദ്യ ഭാഗത്ത് തീരെ കോമഡി ഒന്നും ഇല്ല, അതുകൂടാതെ അവസാന ഭാഗത്തും ആളുകളെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. മിഡിലില് കുറച്ച് ഭാഗത്ത് കുറച്ച് കോമഡികളുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ വിജയിക്കാതിരുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി വിജയിച്ചേനെ എന്നതാണ് എൻ്റെ ഒരു ചെറിയ പ്രേക്ഷകനായ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് എൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നവരുണ്ടാകും, ചിലർ വിയോജിക്കുന്നവരുണ്ടാകും. എല്ലാതും നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളിലും നല്ലൊരു സിനിമ ആസ്വാദകൻ ഉണ്ടാവട്ടെ. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.